ദൈവം നമ്മളെ ഉയർത്താനും വളർത്താനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ ദൈവഹിതം നിരസിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? നമ്മൾ കിടക്കുന്ന സ്ഥലത്ത് തന്നെ കിടക്കും. 3 കാര്യങ്ങളാണ്. ആദ്യമേ തന്നെ നമ്മുടെ കുറവുകളാണ്. നല്ല കഴിവുകളൊക്കെ ഉണ്ട്, പക്ഷേ മദ്യപാനവും അതുപോലെ വ്യഭിചാരവും അങ്ങനെ കുറവുകൾ, ലൗകിക ചിന്തകളിൽ ജീവിക്കുന്ന വ്യക്തി ആ കഴിവുകൾ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുറവുകൾ കാരണം തകർന്നു പോകും. അപ്പോൾ ആ ദൈവഹിതം അനുസരിച്ച് മുന്നോട്ട് പോകാത്തത് കൊണ്ട് അവൻ കിടക്കുന്നതോട് തന്നെ കിടക്കും. 2, സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള മടി. എപ്പോഴും സുഖജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു പരീക്ഷയും തോറ്റു പിന്നെ മുന്നോട്ട് പോകില്ല. അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി അപ്പോഴേക്കും ഡൈവോഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. കുടുംബജീവിതം എനിക്ക് വേണ്ട. ഈ സഹനങ്ങൾ ഏറ്റെടുക്കാൻ ഒരു മനസ്സില്ലാതെ വരുമ്പോൾ ദൈവഹിതം നിറവേറുന്നില്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് വീണു എഴുന്നേറ്റ് നടക്കാനുള്ള മനസ്സില്ല എന്നുള്ളതാണ്. 3ാമതായിട്ട് ദൈവിക പദ്ധതി അനുസരിച്ച് നടക്കുന്നില്ല, സ്വന്തം ഇഷ്ടം അനുസരിച്ച് നടക്കുള്ളൂ. ഒരു വിമുഖതയല്ലാത്തിനോടും എന്തൊക്കെ നമ്മുടെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ദൈവം നമ്മൾ ഉയർത്താനും വളർത്താനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ വിട്ടുകൊടുക്കാൻ മനസ്സുണ്ടോ? അതല്ലെങ്കിൽ നമ്മുടെ ജീവിതം താറുമാറാം. അതാണ് ഇന്ന് ഫരീസയരും നിയമജ്ഞരും ചെയ്യുന്നത്. അവർ ദൈവഹിതം നിരസിച്ചു എന്നാണ്. നമ്മൾ അങ്ങനെയുള്ള വ്യക്തികളാണെന്ന് ചിന്തിച്ച് നോക്ക്. ദൈവഹിതം നിരസിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കും.